ഹലോ ഗൈസ്, വെൽക്കം ടു ഫിൽസ് ഡയമെൻഷൻസ്. അപ്പോൾ ടൈറ്റിൽ നിങ്ങൾ കണ്ടതുപോലെ ഇപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ബെസ്റ്റ് റെസിപ്പി ഫോർ ബെറ്റർ ഡ്രോയിങ്. അപ്പോൾ ഡ്രോയിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചില ഡ്രോയിങ്സ് അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന മിക്ക ഡ്രോയിങ്സും മറ്റു പലരുടെയും ഡ്രോയിങ്സ് പോലെ പെർഫെക്റ്റ് ആവാറില്ല. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട പെർഫെക്റ്റ് ടൂൾസ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതാണ്. മനസ്സിലായോ? അപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്റർനെറ്റിലും പല സ്ഥലങ്ങളിലും ഡ്രോയിങ്സ് ഒരാൾ വരച്ച് വെച്ചേക്കുന്ന കാണും, കൂടെ ഒരു പെൻസിൽ കാണും, അല്ലെങ്കിൽ ഒരു ബ്രഷ് എന്തെങ്കിലും കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ആ പെൻസിൽ കൊണ്ട് മാത്രമാണ് ആ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്, വേറെ ഒരു ടൂൾ യൂസ് ചെയ്തില്ല എന്ന് കുറച്ച് പേർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, അതൊരു ഭംഗിക്ക് വെക്കുന്നതാണ് ഒരു പെൻസിൽ. സോ നമ്മുടെ ഡ്രോയിങ്സിന് പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അതിന് പറ്റിയ പെർഫെക്റ്റ് ടൂൾസ് യൂസ് ചെയ്യണം. ഇൻ ദ സെൻസ്, ടൂൾസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നതിലൂടെയാണ് നമ്മുടെ ഡ്രോയിങ്സ് ബെറ്റർ ആവുന്നത്. അപ്പോൾ എന്തൊക്കെ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യണം പെർഫെക്റ്റ് ഡ്രോയിങ്സ് കിട്ടാനായിട്ട്, പെർഫെക്റ്റ് ഡ്രോയിങ്സ് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ സ്കിൽസ് അതുപോലെ ആ ഒരു പേപ്പറിലോട്ട് വരാനായിട്ട്? അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ നല്ലൊരു പേപ്പർ വാങ്ങണം. നല്ലൊരു പേപ്പർ വാങ്ങുക എന്ന് പറഞ്ഞാൽ സ്കെച്ച് ബുക്ക് വാങ്ങാൻ പറ്റും. നല്ല സ്കെച്ച് ബുക്സ് ഉണ്ടാവും വിത്ത് ഈ തിക്നെസ് കൂടിയത്, പിന്നെ ഹെഡ് നല്ലപോലെ ഉയർന്നു നിൽക്കുന്നത്. ഹെഡ് ഉയർന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ ആ ഒരു റഫ്നെസ് ഉള്ള പേപ്പർ ഉണ്ടാവും. ഓക്കെ, ഡ്രോയിങ് പേപ്പർ തന്നെ കാണാം. അതിനകത്ത് നമുക്ക് ഡ്രോയിങ് വർക്ക് ചെയ്യാം, വാട്ടർ കളർ പെയിന്റിംഗ് ചെയ്യാം, പിന്നെ ചാർക്കോൾ ഡ്രോയിങ്സ് ചെയ്യാം, അക്രിലിക് പെയിന്റിംഗ് ചെയ്യാം, ഓയിൽ പെയിന്റിംഗ് ചെയ്യാം. അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓൾ ഇൻ വൺ പേപ്പറാണ്. അപ്പോൾ അങ്ങനത്തെ പേപ്പർ സ്കെച്ച് ബുക്സ് പല GSM-ന്റെ ഉണ്ട്. GSM എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നേക്കും കുറച്ച് പേർക്ക്. എന്താണ് GSM? GSM എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പറിന്റെ തിക്നെസ്സിനെ കാണിക്കുന്ന യൂണിറ്റ് ആണ് GSM. സെന്റിമീറ്റർ, മില്ലിമീറ്റർ എന്നൊക്കെ പല അളവുകൾക്കും നമ്മൾ പല സ്കെയിലിന് വേണ്ടിയും യൂണിറ്റ് പറയാറുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ പേപ്പറിന്റെ തിക്നെസ് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് GSM. നോർമലി ഞാൻ യൂസ് ചെയ്യുന്നത് 160 GSM-ന്റെ ഡ്രോയിങ് സ്കെച്ച് ബുക്കാണ്. ഓക്കെ, അപ്പൊ അതുപോലെ നമ്പർ 1 അതാണ് വേണ്ടത്. ഓക്കെ, നമ്പർ 2 നല്ലൊരു പെൻസിൽ വേണം. നല്ലൊരു പെൻസിൽ എന്ന് പറയുമ്പോൾ ഒരു പെൻസിൽ പോരാ, പെൻസിൽസിന്റെ കുറച്ച് സീരീസിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെൻസിൽസ് എന്താണ്, HB എന്നൊരു കാറ്റഗറിയിൽപ്പെട്ട പെൻസിലാണ് HB. ഓക്കെ, അപ്പോൾ HB കാറ്റഗറിക്ക് HB എന്നുള്ള പെൻസിലിന് തൊട്ട് മുമ്പ് ഒരു സീരീസ് ഉണ്ട്, തൊട്ട് കഴിഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ട്. എന്ന് വെച്ചാൽ H-ന്റെ സീരീസ് ഉണ്ട്, B-യുടെ സീരീസ് ഉണ്ട്. രണ്ടിന്റെ മിഡിലിൽ വരുന്ന ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് ആ പോയിന്റിലുള്ള പെൻസിലിന്റെ പേര് HB എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ ആയതുകൊണ്ട്, H-ന്റെയും B-യുടെയും സീരീസിന്റെ ഇടയ്ക്ക് വരുന്ന പെൻസിൽ ആയതുകൊണ്ട്. അപ്പം H-ന്റെ സീരീസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സിനൊക്കെ വേണ്ടിയാണ്, ലൈറ്റ് ആയിട്ടുള്ള ലൈൻസിന് വേണ്ടിയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് H-ന്റെ സീരീസ് പെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി B-യുടെ സീരീസ് യൂസ് ചെയ്യുന്നത് എന്താണ്, മാക്സിമം ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കാനുള്ള ഏരിയാസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ലൈക്ക് ഫേസിന്റെ ഷാഡോസ് കാണിക്കാനായിട്ട്. ഇപ്പോൾ പെൻസിൽ സ്കെച്ചിൽ തന്നെ നമുക്ക് ലൈറ്റ് കാണിക്കേണ്ടി വരും, ഷാഡോസ് കാണിക്കേണ്ടി വരും. ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് ഷാഡോസ് കാണിക്കാൻ വേണ്ടി B-യുടെ സീരീസിൽ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള 8 or 9 ഒക്കെ ഉണ്ടാവും. 1B, 2B, 3B, 4B, 5B, 6B, 7B, 8B, അങ്ങനെ 9B, 10B, 12B വരെ ഉണ്ട് ആക്ച്വലി പറയുമ്പോൾ, മിനിമം പറയുമ്പോൾ. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും മേളിലോട്ട് നമ്പർ വൈസ് പോകുമ്പോൾ അപ്പോൾ നമ്മുടെ ആ ഒരു പെൻസിലിന്റെ ആ ഒരു ഗ്രാഫൈറ്റിന്റെ തിക്നെസ് കൂടിക്കൂടി വരും. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ലെഡിന്റെ പെൻസിലുണ്ട്, ഗ്രാഫൈറ്റിന്റെ പെൻസിലുണ്ട്. ബെസ്റ്റ് പെൻസിൽ എന്ന് പറഞ്ഞാൽ ഏത് മെറ്റീരിയലിനെ ചോദിച്ചാൽ ഗ്രാഫൈറ്റിന്റെ പെൻസിലാണ് ഏറ്റവും ബെസ്റ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഗ്രാഫൈറ്റ് പെൻസിലിന്റെ ഡ്രോയിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അബദ്ധം പലരും കാണിക്കാറുണ്ട്. ഞാൻ പോലും പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ അതിന് ഷെയ്ഡ് കൊടുക്കാനായിട്ട് നമ്മൾ ചാർക്കോളിന്റെ പെൻസിൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, ചാർക്കോൾ സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പാടില്ല. രണ്ടും തമ്മിൽ ചേരില്ല, വെള്ളത്തിൽ മണ്ണെണ്ണ ഒഴിച്ച പോലെ കിടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.